നമസ്കാരം. ഗിരികുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലബ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. 2007 തൊട്ട് 2012 വരെ ഉള്ള കാലയളവിലാണ് ഞാൻ ഇവിടെ പഠിച്ചത്. ആ കാലയളവിൽ എനിക്ക് ഒരുപാട് മെമ്മറീസും എക്സ്പീരിയൻസസും നല്ല നല്ല ഓർമ്മകളും ഒക്കെ സമ്മാനിച്ച ഒരു വിദ്യാലയത്തിലാണ് ഞാനിപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് നിൽക്കുന്നത്. ഞാൻ ഫേമസ് ആണെന്ന് ചോദിച്ചാൽ അല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഈ സ്കൂളിൽ എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു യൂണിവേഴ്സിറ്റിയുടെ എക്സ്പീരിയൻസസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, അതിൻ്റെ മെമ്മറീസ് പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അനന്ത്. ഞാൻ അയാളോട് ചോദിച്ചു, ഞാൻ പോയാൽ ശരിയാവുമോ? ഞാൻ സത്യസന്ധമായി ചോദിക്കുകയാണ്, പറയുകയാണ്, എന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പോയാൽ ശരിയാവുമോ? കാരണം ഞാൻ ഫേമസ് ഒന്നുമല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നമ്മളാണ് പോയത്, കാരണം നമ്മുടെ സ്കൂളിൽ വന്ന് നമുക്കൊരു അവസരം കിട്ടുകയാണ് നമ്മുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ. അപ്പം തീർച്ചയായും തന്നെ ഇൻവൈറ്റ് ചെയ്തെങ്കിൽ താൻ പോകണം. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷവും സ്നേഹവും നന്ദിയും ഞാൻ എല്ലാവരുമായി അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലബ് ഇനോഗ്രേഷൻ മീറ്റിങ്ങിൻ്റെ സദസ്സിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അവർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പഠനത്തോടൊപ്പം തന്നെ ഒട്ടനവധി വിദ്യാർത്ഥികളുടെ കലാജീവിതത്തിന് തുടക്കം കുറിക്കപ്പെട്ട പവിത്രമായ വേദി ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ എനിക്ക് വീണ്ടും വരുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. ക്ലബ് ഉദ്ഘാടനത്തിലേക്കായി എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഏവരെയും അറിയിക്കുകയാണ്. എൻ്റെ പഠനകാലത്ത് കലോത്സവ യാത്രയിൽ എൻ്റെ ഒപ്പം സഞ്ചരിച്ച കൂട്ടുകാരുടെ സഹോദരന്മാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് വെറും പാഠപുസ്തകങ്ങൾ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. കല, കായികം, സാഹിത്യം, ശാസ്ത്രം എന്നിവയിൽ വിദ്യാർത്ഥികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അവർക്ക് മികച്ച പരിശീലനം നൽകി കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് സ്കൂൾ ലെവലിലെ ക്ലബ്ബുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യവും അതുതന്നെയായിരിക്കണം. ഞാൻ എൻ്റെ പഠനകാലത്ത് ആർട്സ് ക്ലബിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു. കൂടാതെ സ്കൂൾ തലത്തിൽ നിന്നും ഉള്ള യുവജനോത്സവങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കുവാനും അവസരവും ലഭിച്ചിരുന്നു. അതായത് ഈ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ പറയുക, എന്നെ സംബന്ധിച്ചോളം ഒത്തിരി അധികം പരിപാടികളിൽ ഞാൻ അവതരിപ്പിച്ച സ്റ്റേജാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് സംസാരിക്കാൻ ഇങ്ങനെ നിൽക്കുന്നത്, ഒരു വേദിയിൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് സംസാരിക്കാൻ നിൽക്കുന്ന ആദ്യമായിട്ടാണ്. അതല്ലാതെ പല പ്രോഗ്രാംസ്, ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, കഥകളി ആയിക്കോട്ടെ, ഓട്ടംതുള്ളലായിക്കോട്ടെ, ഏത് കലയാണ്, ഗ്രൂപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ, തിരുവാതിര ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെ യുവജനോത്സവ സമയത്തെ മത്സരങ്ങൾ എല്ലാ പ്രോഗ്രാംസ്, അതല്ലാതെ മറ്റു പ്രോഗ്രാമുകളായിക്കോട്ടെ, എല്ലാം ഈ സ്റ്റേജിൽ ഞാൻ അവതരിപ്പിച്ചു
വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. ആ അനുഭവങ്ങൾ വേദിയെ ഭയക്കാതെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുവാനും ടീമിനൊപ്പം പ്രവർത്തിച്ച് വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ സ്വീകരിക്കുവാനും പ്രാപ്തമാക്കി. അതുപോലെ തന്നെ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ മാതാപിതാക്കൾ എന്നോട് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസ്, ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ മികച്ചതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടില്ലാതെ, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടില്ലാതെ, നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഇതൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. നമ്മൾ മത്സരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കല പഠിക്കാൻ പോകുന്നു, നമുക്ക് ഇവരുടെ ആരുടെയും സപ്പോർട്ടില്ലാതെ നമുക്കിതൊന്നും പ്രാവർത്തികമായി എടുക്കാൻ പറ്റില്ല. ശരിയാണ്, നമ്മൾ പഠിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ട്, നമുക്കത് പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഇല്ലാതാവുമ്പോൾ നമുക്കത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റില്ല, നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഞാൻ കലോത്സവങ്ങളിൽ പോകുന്ന കാര്യം എപ്പോഴും പറയാൻ കാരണം അന്നത്തെ ആ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഓട്ടം എനിക്ക് മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ടെൻഷൻ അടിച്ച് അവരുടെ ടീമിൻ്റെ പുറകെ, കുട്ടിയുടെ പുറകെ, എല്ലാവർക്കും ഓരോ ടീച്ചേഴ്സിന് ഓരോ ഇൻചാർജ് ആയിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഡ്യൂട്ടി കൊടുക്കും. അപ്പോൾ അവരുടെ ആ ഓട്ടങ്ങളും അവരുടെ ടെൻഷനുകളും നമ്മുടെ വേദിയിൽ കയറ്റി നമ്മുടെ ഒപ്പം അവർ നിന്ന കാലമൊക്കെ ഞാൻ ഇന്ന് ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസ ജീവിത സമയത്ത് എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എത്രമാത്രം ഓരോ കാര്യങ്ങൾ പഠിച്ച് അറിയാൻ പറ്റുമോ, അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളതിനെ എക്സ്പീരിയൻസ് ചെയ്യുക, പുതിയ അറിവുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഏതൊരു രീതി കിട്ടിയാലും, നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, നിങ്ങളത് മാക്സിമം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുക, അത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ടതാണ്. അങ്ങനെ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക, ഹാർഡ് വർക്ക് ഇടുക. ഇനി അടുത്ത ആഴ്ച നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുകയാണ്. അതുപോലെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്, നന്ദിയോടെ സ്നേഹിക്കുകയാണ്. അതുപോലെ ഇത്രയും പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളേവരുടെയും സമ്മതത്തോടുകൂടി ഇരുപത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലബിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടെയും പ്രാർത്ഥനയോടുകൂടിയും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.